ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വ്ളോഗിലോട്ട് സ്വാഗതം. അപ്പോൾ ഏകദേശം ഒരു 2.5 മാസത്തെ വെക്കേഷന് ശേഷം ഇന്ന് സ്കൂൾ തുറന്നിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ കുട്ടികളുള്ള അമ്മമാർക്കറിയാം അവർ പറഞ്ഞേക്കുന്ന സമയത്തുള്ള തിരക്കും കാര്യങ്ങളൊക്കെ. അപ്പോൾ ആ സമയത്ത് വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. ഇപ്പോൾ ഞാൻ കുട്ടികളൊക്കെ ബസ് കയറ്റിയിട്ട് തിരിച്ചു വരുന്ന സമയം മുതലുള്ള വീഡിയോ ആണ് എടുക്കുന്നത്. ഇപ്പോൾ കുറച്ചായിട്ട് ഞാൻ മോർണിംഗിൽ അല്ലെങ്കിൽ ഈവനിങ്ങിൽ നടക്കാറുണ്ട്. ഏകദേശം ഒരു 30 മുതൽ 45 മിനിറ്റ് വരെ നടക്കാറുണ്ട്. അപ്പോൾ ഇതിന് പ്രധാന കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് ശേഷമാണ് ഞാനിങ്ങനെ കറക്റ്റായിട്ട് മോർണിംഗിൽ നടക്കാനൊക്കെ തുടങ്ങിയത് കേട്ടോ. പിന്നെ ഫുഡിലും കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്. എന്നാലും സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഡയറ്റൊന്നും അല്ല. നമ്മുടെ ലൈഫിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് വ്യായാമം ചെയ്യുക എന്ന് പറയുന്നത്. അത് ഒരിക്കലും നമുക്ക് സ്കിപ്പ് ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. കാരണം നമ്മൾ ഓരോ ഏജ് കഴിയും തോറും നമ്മുടെ ശരീരത്തിൽ ഓരോ പ്രോബ്ലംസ് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഇതൊക്കെ നമുക്ക് മറികടക്കണമെങ്കിൽ നല്ല രീതിയിലുള്ള ഡയറ്റും എക്സസൈസും ആവശ്യമാണ്. ഇവിടെ 6 മണിയാകുമ്പോൾ സ്കൂൾ ബസ് വരും. അപ്പോൾ മെയിൻ ഗേറ്റിൻ്റെ അവിടെയാണ് വരിക. വലിയ ബസ്സായതുകൊണ്ട് തന്നെ കോമ്പൗണ്ടിൻ്റെ ഉള്ളിലോട്ട് വരലില്ല കേട്ടോ. അപ്പോൾ അതിന് നേരത്തെ തന്നെ എണീറ്റ് ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്തിട്ട് കൊടുത്തു വിടണം. പിന്നെ അതുപോലെ തന്നെ സ്കൂളിൻ്റെ ടൈം എന്ന് പറഞ്ഞാൽ 6:45-നാണ്. അപ്പോൾ നേരത്തെ ക്ലാസ് തുടങ്ങുകയും നേരത്തെ ക്ലാസ് അവസാനിക്കുകയും ചെയ്യും. അങ്ങനെ കാലത്ത് നടത്തുകയും കുട്ടികളെ കൊണ്ടുവിടലും ഒക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ ഞാൻ റൂമിലോട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ പുറത്ത് നമ്മൾ നടന്നു വന്ന ഭാഗമാണ് ഈ കാണുന്നത്. ഇപ്പോൾ ഇവിടുത്തെ ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ നല്ല ചൂടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നടന്നു വരുമ്പോൾ അത്യാവശ്യം ഹ്യൂമിഡിറ്റി ഉണ്ട് കേട്ടോ കാലത്ത്. അപ്പോൾ എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയാണ്. അപ്പോൾ ഇന്ന് ദോശയാണ്. കുട്ടികൾ പോകുന്ന സമയത്ത് അവർക്കുള്ള ദോശ കൊടുത്തു വിട്ടു. അപ്പോൾ ദോശയൊക്കെ എപ്പോഴും ചൂടോടെ കഴിക്കുന്നതാണ് എനിക്കിഷ്ടം. അപ്പോൾ അതാണ് ഏറ്റവും ടേസ്റ്റ്. ഈ ദോശയുടെ കൂടെയുള്ള അടിപൊളി കോമ്പിനേഷനാണ് ഉള്ളിച്ചമ്മന്തി. അപ്പോൾ അത് ഞാൻ ഇതിൻ്റെ മേലെ ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ കുറച്ച് ദിവസമായിട്ട് എൻ്റെ ഡയറ്റിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടായിരുന്നു. കാരണം കാലത്തും രാത്രിയും അരി ഭക്ഷണങ്ങളൊന്നും കഴിക്കാറുണ്ടായിരുന്നില്ല. അരി, ഗോതമ്പ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു. കാലത്ത് ഞാൻ മിക്കതും എഗ്ഗ് ബ്രേക്ക്ഫാസ്റ്റിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കാറുണ്ട്. അത് നമുക്ക് പ്രോട്ടീൻ കിട്ടാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നൊരു കാര്യമാണ്. പിന്നെ അതിൻ്റെ കൂടെ കഴിക്കാറുള്ളത് ഒന്നെങ്കിൽ ചെറുപയർ കൊണ്ടോ അല്ലെങ്കിൽ റാഗി കൊണ്ടോ ഉള്ള ദോശയാണ് ഞാൻ കഴിക്കാറ്. അതും 1-2 എണ്ണം നമുക്ക് കഴിക്കാൻ പറ്റും. ഞാൻ ഇന്നലെ ഈ ഒരു ദോശയ്ക്കുള്ള മാവ് മാത്രമാണ് റെഡിയാക്കി വെച്ചത്. കുട്ടികൾക്ക് കുറേ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യാണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കൂടെ ഇരുന്നു. അപ്പോൾ ഇനി വരും ദിവസങ്ങളിൽ ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റിൻ്റെയും ഡിന്നറിൻ്റെയും ഒക്കെ റെസിപ്പി നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇന്ന് ഞാൻ 2 ദോശയാണ് കഴിച്ചിട്ടുള്ളത്. അതിൻ്റെ കൂടെ ഒരു ബുൾസൈ ഉണ്ടാക്കുന്നുണ്ട്. എനിക്ക് എഗ്ഗ് കൂടുതലും അതുപോലെ ബുൾസൈ ഉണ്ടാക്കിയിട്ടോ അല്ലെങ്കിൽ ബോയിൽ ചെയ്ത് കഴിക്കാനാണ് ഇഷ്ടം. ഫ്രൈ ചെയ്യുന്നതിനായിട്ടും നല്ല ടേസ്റ്റായിട്ട് എനിക്ക് തോന്നാറുണ്ട് കേട്ടോ. പിന്നെ അതിൻ്റെ കൂടെ ഞാൻ കുറച്ച് കോഫി കുടിക്കുന്നുണ്ട്. പാലൊന്നും ഒഴിക്കാതെ സാധാരണ ഒരു കോഫിയാണ് ഉണ്ടാക്കുന്നത്. പിന്നെ ഇപ്പോൾ കുറച്ചായിട്ട് ഷുഗറൊക്കെ മാക്സിമം ഒഴിവാക്കാൻ ശ്രമിക്കാറുണ്ട്. എന്നാലും ചായ കാപ്പിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് അല്പം ഷുഗർ ചേർക്കാറുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് മാസങ്ങൾക്ക് മുന്നേ നമ്മൾ ഒരു ഡയറ്റിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് 30 ഡേയ്സ് ചാലഞ്ച്. അപ്പോൾ അതിൽ ഒരുപാട് പേര് ആക്റ്റീവായിട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് പേരൊക്കെ ഇപ്പോൾ വന്ന് ചോദിക്കുന്നുണ്ട് നമുക്ക് ഡയറ്റ് സ്റ്റാർട്ട് ചെയ്താലോ എന്നൊക്കെ. അപ്പോൾ നമുക്ക് അധികം വൈകാതെ തന്നെ നമ്മുടെ ഡയറ്റൊക്കെ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കുറച്ച് പണികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഫുഡൊക്കെ റെഡിയാക്കി വെച്ച് അപ്പോൾ മോള് വരാൻ സമയമായി. അപ്പോൾ ഞാൻ അവളെ വിളിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ അതിന് മുന്നേ കുറച്ച് സാലഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് തന്നെ ഇന്ന് നേരം വൈകിട്ടാണ് കേട്ടോ ബസ്സൊക്കെ വന്നത്. 11:30 ഒക്കെ ആയിട്ടുണ്ടായിരുന്നു. സാധാരണ 11 മണിയൊക്കെ ആവുന്ന സമയത്ത് എത്താറുള്ളതാണ്. അപ്പോൾ ഇന്ന് കുറച്ച് ലേറ്റായി. അങ്ങനെ പിന്നെ മോളൊക്കെ വന്നതിന് ശേഷം അവർക്ക് ഫുഡ് കൊടുക്കലും അവളെ കുളിപ്പിക്കലും ഒക്കെ കഴിഞ്ഞ് കുറച്ച് ബിസി ആയിട്ടോ. അത് കഴിഞ്ഞപ്പോഴത്തേനും മോനും ഹസ്ബൻഡൊക്കെ വന്ന് അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് പിന്നെ കാലത്ത് നേരത്തെ എണീറ്റത് കൊണ്ട് തന്നെ നല്ല ക്ഷീണം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഉച്ചക്ക് അങ്ങനെ കിടന്നുറങ്ങിയിട്ടോ. അങ്ങനെ ഈവനിങ്ങിൽ കുട്ടികൾക്ക് സ്നാക്സ് ഉണ്ടാക്കി കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ സ്ട്രീറ്റിലൊക്കെ കഴിക്കാറുള്ള പൊട്ടറ്റോ ട്വിസ്റ്ററാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ എൻ്റെ ഒരു വേർഷനിലാണ് ഞാൻ അത് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ കയ്യിൽ മെഷീനും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ നൈഫ് വെച്ചിട്ടാണ് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. പൊട്ടറ്റോ ഇതുപോലെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഞാൻ ചെറുതായിട്ടൊന്ന് ബോയിൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 1 മിനിറ്റ് ഹോട്ട് വാട്ടറിൽ ഇട്ടിട്ട് എടുത്തതാണ് കേട്ടോ. എന്നിട്ട് അതിൽ കുറച്ച് മസാലയും കൂടി സ്പ്രെഡാക്കിയിട്ട് ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. പിന്നെ കുറേയൊന്നും ഉണ്ടാക്കിയിട്ടില്ല, കുട്ടികൾക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഉണ്ടാക്കിയത്. എന്നാലും ഞാനും ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു.
പിന്നെ കുട്ടികൾക്കും നല്ല ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇതിൽ ഡിപ്പ് ചെയ്യുന്നത് അത്ര ഹെവി ആയിട്ടുള്ള മസാലാസൊന്നും അല്ല. കുറച്ച് കോൺഫ്ലവർ വെള്ളത്തിൽ കലക്കിയിട്ട് അതിൽ കുറച്ച് കുരുമുളക് പൊടി, ഉപ്പ്, കുറച്ച് ഒറിഗാനോ, ഇത്രയും നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഈ പൊട്ടറ്റോ അതിൽ ഒന്ന് മുക്കിയെടുക്കുക. എന്നിട്ട് ചൂടായ എണ്ണയിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. പിന്നെ ഇത് ഫ്രൈ ചെയ്യുന്ന സമയത്ത് സൺഫ്ലവർ ഓയിലോ അങ്ങനെ എന്തെങ്കിലും ഓയിൽ യൂസ് ചെയ്യുക. വെളിച്ചെണ്ണ യൂസ് ചെയ്യാതിരിക്കുന്നതായിരിക്കും കൂടുതൽ ടേസ്റ്റ് കേട്ടോ. അപ്പോൾ ഇതുപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്തിട്ട് കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുക. അവർക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും കേട്ടോ. കെച്ചപ്പിൻ്റെ കൂടെയും അതുപോലെ തന്നെ മയണീസിൻ്റെ കൂടെ ഒക്കെ കഴിക്കാവുന്നതാണ്. പിന്നെ കുറച്ച് നേരം കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് അവരിരുത്തി, അവർക്ക് എഴുതാനും വായിക്കാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടി ഇരുത്തി. പിന്നെ നാളത്തെ സ്കൂളിൽ പോകാനുള്ള കാര്യങ്ങളും ഒക്കെ റെഡിയാക്കി ഡിന്നറൊക്കെ കഴിച്ചു കേട്ടോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഡിന്നർ ഇതായിരുന്നു. അതിനുശേഷം കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാണ്ടായിരുന്നു. കുട്ടികളുടെ ടിഫിൻ ബോക്സൊക്കെ കഴുകി വെച്ചു. അങ്ങനെ കിച്ചണൊക്കെ ക്ലോസ് ചെയ്തു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്